ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും മാറിയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററും എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 1ാമത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമം എന്നുള്ളതാണ്. പീലിയുടെ ഗ്രാമം. ഓക്കെ, ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെയുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്, അതല്ലേ? നമുക്ക് സ്കൂൾ തുറക്കാൻ സമയമായി. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ പീലി തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും പീലിയുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. റെഡിയാണോ നിങ്ങൾ? പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യാത്രക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ്? ഞാൻ നീനു. 1ാമത്തെ ആൾ പറയാണ്, ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. അപ്പോൾ നീനുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നീനു പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അപ്പുവിനെ കുറിച്ചിട്ടുള്ളതാണ്. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഇത്രയുമാണ് അപ്പുവിനെ കുറിച്ചിട്ടുള്ളത്. അപ്പു ഗ്രാമത്തിലെ ഒരു ചേരിയിലാണ്. ഇനി അടുത്തതാരാണ്? വിക്കിയാണ്. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ് കൂട്ടുകാർക്ക് അറിയാം അല്ലേ? അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. ഇനി 4ാമത്തെ ആൾ ചമേലിയാണ്. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ 1ാമത്തേത് ആരാണ്? നമ്മുടെ നീനു, പിന്നെ അപ്പു, പിന്നെ വിക്കി, പിന്നെ ചമേലി. ഈ 4 കൂട്ടുകാരാണ് നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഇനി കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. അപ്പോൾ നിങ്ങളെ വരച്ചു ചേർക്കാനുള്ള ഒരു സ്പേസ് അവിടെ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വരച്ചു ചേർക്കാം. എന്നിട്ട് എൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരെഴുതാം. അപ്പോൾ ഞാനൊരു മോഡൽ പറഞ്ഞു തരാം. എൻ്റെ പേര് അമ്മു. ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അച്ഛനും അമ്മയും കർഷകരാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമം എന്ന് മാറ്റി നഗരത്തിലാണ് എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താണോ ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഓക്കെ, ഇനി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. നമുക്കറിയാമല്ലേ, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് താമസിക്കുന്നുണ്ട്. അവർ നല്ല തൊഴിലിനും അതുപോലെ തന്നെ നല്ല വേതനം കിട്ടാനൊക്കെ വേണ്ടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ കേരളത്തിൽ വന്ന് അങ്ങനെ താമസം തുടങ്ങുന്ന അവരുടെ മക്കളെയും നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കും. അപ്പോൾ അവരും വീണ്ടും നമ്മുടെ മലയാളവും എല്ലാം പഠിച്ച് നമ്മളോടൊപ്പം ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർ നമ്മൾ വിളിക്കുന്ന പോലെ അച്ഛൻ അമ്മ എന്നായിരിക്കില്ല, അവരുടേതായ ഭാഷയിലായിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചിലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ ഒരു വ്യക്തിഗത പ്രൊഫൈല് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായം ഇതിനുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളവിടെ നിങ്ങളെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഹോബി, നിങ്ങൾ ഒഴിവ് സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്നെല്ലാം എഴുതി ചേർത്ത് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ഒരു പ്രൊഫൈൽ എഴുതി തയ്യാറാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി യാത്രക്കൊരുങ്ങാം. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ എല്ലാം പരിചയപ്പെടുത്തി. ഇനി നമ്മൾ യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക്.
അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ നീനു പറയുന്നുണ്ട്, നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്നും നിങ്ങൾക്കറിയാമോ? അല്ലേ? അറിയാം. കാരണം എന്താണ്? നീനു വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നീനുവിന് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി അടുത്ത ആൾ പറയാണ്, പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോലെയാണ് എന്നെ വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മമ്മിമാരുമൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? കാരണം പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വയറിനൊക്കെ അസുഖം വരും. അതുകൊണ്ട് നമ്മളുടെ അടുത്ത് പറയും, നിങ്ങൾ എവിടെയും പോയാൽ ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയും. നമ്മളെയും ദൂരേക്ക് വിടാൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമമാണ്. കാരണം അവരില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുമോ എന്ന പേടിയാണ് അവർക്ക്. ഇനി നമ്മുടെ ചമേലി എന്താ പറയുന്നത്? ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ്. മാ എന്ന് പറഞ്ഞാൽ അമ്മ. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞങ്ങൾ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് എന്നാണ് ചമേലി പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളാണുള്ളത്. ഇനി അടുത്ത ആൾ പറയുന്നുണ്ട്, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റക്കാവുമെന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല അല്ലേ? ഇനി നിങ്ങളും ഇവർക്കൊപ്പം യാത്ര ഒരുങ്ങുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. അപ്പോൾ ഇവിടെ നിങ്ങളെ വരച്ചു ചേർത്ത് ഈ ഒരു ബ്ലൂ ബോക്സിൽ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് നിങ്ങൾ എഴുതി ചേർക്കണം. അപ്പോൾ എന്തെഴുതാം നമുക്ക്? ഞാൻ യാത്രക്ക് പോകുന്ന സന്തോഷത്തിലാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും എന്നെ യാത്ര അയക്കുന്നതിൽ പേടിയുണ്ട്. എങ്കിലും ഞാൻ പുറം ലോകം കാണുന്നതിൽ അവർക്ക് സന്തോഷമാണ്. അനിയത്തിയെ കൊണ്ടുപോകാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, ഇത്തരത്തിലൊരു യാത്ര നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. ഇനി വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്നും വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലും ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള കുട്ടികളുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ അവരുമായിട്ടൊക്കെ നല്ല സുഹൃത്ത് ബന്ധത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്? അതൊന്ന് നിങ്ങളൊരു സാഹചര്യം വെച്ചിട്ട് ഒരു റോൾ പ്ലേ പോലെ ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കൂട്ടുകാർ യാത്ര തുടങ്ങുകയാണല്ലേ? യാത്രകൾക്ക് മുമ്പ് നിങ്ങൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ അല്ലേ? നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യും. അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രക്കൊരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത് ഇന്നതിന് ഉപയോഗിക്കാനാണ്, അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കണം, അത് കഴിഞ്ഞ് ഈ ഡ്രസ്സ് ഇടണം, അത് കഴിഞ്ഞ് ഈ ഓർണമെൻറ്റ്സ് ഇടണം. അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് നമ്മൾ നടത്താറുണ്ട് ഒരു യാത്രക്ക് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു കൂട്ടുകാർ പറയുന്നത് നോക്കൂ, ഇതൊക്കെയാണ് അവർ എടുത്തു വെക്കുന്നത്. മറ്റുള്ളവർ മാറ്റി നിർത്തുമോ? ഇതാരായിരിക്കും? നമ്മുടെ ചമേലി ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇനി അടുത്തത് നോക്കൂ, അമ്മ ഒറ്റക്കാകുമോ? അടുത്തൊരാളുടെ ചിന്ത അമ്മ ഒറ്റക്കാകുമോ എന്നുള്ളതാണ്. ഇനിയോ നീനു ചിന്തിക്കുന്നത് എല്ലായിടത്തും പോകാനാകുമോ എന്നുള്ളതാണ്. പക്ഷെ ഓരോരുത്തരും എടുത്തു വെച്ച സാധനങ്ങളും അവിടെ വരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ? വിക്കി ആലോചിക്കുകയാണ്, നഗരത്തിൽ കാണുന്ന സൗകര്യമൊക്കെ അവിടെ പോയാലും ഉണ്ടാകുമോ? എന്നിട്ട് നിക്കി എടുത്തു വെച്ച സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണോ ഈ യാത്രക്ക് പോകുമ്പോൾ, പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് അതൊക്കെ അവിടെ വരച്ച് ചേർക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ചിന്തയും എഴുതുക. എന്തൊക്കെ ചിന്ത നമുക്കുണ്ടായിരിക്കും? എന്താണ്, പീലിയുടെ ഗ്രാമത്തിലെ ആളുകൾ നല്ല സ്നേഹമുള്ള ആളുകളായിരിക്കുമോ? പീലിയുടെ അച്ഛനും അമ്മയും എന്നോട് നല്ലപോലെ പെരുമാറുമോ? അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ മതിയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ചിന്ത, അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? എന്താണ് ഇവിടെ പാടുന്ന യാത്രാഗാനം? ഒന്നാം മലയിൽ കയറണ്ടേ
അവിടുന്ന് തലകുത്തി മറിയേണ്ടേ. നമുക്കറിയാവുന്ന പാട്ടാണല്ലേ. അപ്പോൾ ആ പാട്ടും പാടി അവർ ഇങ്ങനെ നടന്ന് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവാൻ. യാത്രാഗാനങ്ങൾ അറിയാമല്ലോ, അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കൂട്ടുകാരെല്ലാം നടന്ന് നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാണ്. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. കൂട്ടുകാരവിടെ എത്തിയിട്ട് പറയാണ്, ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അതാ പീലി. അങ്ങനെ ഒരു പീലിയെയും കണ്ടു. പീലി ചോദിക്കുകയാണ്, എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത് എന്ന് പീലി കൂട്ടുകാരോട് ചോദിക്കുകയാണ്. പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കൂ. എന്തായിരിക്കും പീലി പറഞ്ഞിട്ടുണ്ടാവുക? പീലിക്കുള്ള മറുപടിയാണ്. അപ്പോൾ പീലിയോട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ ഗ്രാമത്തിലെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ട് വരികയായിരുന്നു. നിന്റെ ഗ്രാമം കാണാൻ എന്ത് ഭംഗിയാണ്. ഞങ്ങൾ ആ യാത്രാ പാട്ടുകളൊക്കെ പാടി വളരെ ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും കൂടെ വരികയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരം വൈകിയത് എന്ന് പീലിക്ക് മറുപടി കൊടുക്കും അല്ലേ. ഇനി വരും, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പീലി പറയാണ്. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ പീലിയുടെ ഗ്രാമം എത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും? പീലിയുടെ ഗ്രാമത്തിൽ നല്ല സ്നേഹമുള്ള ആളുകളുണ്ടായിരിക്കുമോ? പീലിയുടെ നാട്ടിൽ തൊട്ടടുത്ത് വീടുകളുണ്ടായിരിക്കുമോ? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായിരിക്കുമോ? കൃഷി ഉണ്ടായിരിക്കുമോ? എന്തൊക്കെയാകും അവിടെ കൃഷി ചെയ്തിട്ടുണ്ടാവുക? എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്? അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം തേടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പീലി വീട്ടിലെത്തി. ഇതാണ് എൻ്റെ അമ്മ. അമ്മയെ കാണിച്ചുകൊണ്ട് പറയാണ്, ഇതാണ് എൻ്റെ അമ്മ. എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ പറയാണ്, ഒരു കൂട്ടുകാർ പറയാണ്, എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. അപ്പോൾ പീലി പറയാണ്, പിന്നെ അവൻ്റെ ഒരു ജാട, അതൊക്കെ മോനെന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനും ഒക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത് എന്ന് പറയാണ്. അപ്പോൾ വിക്കി അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്തായിരിക്കും? നഗരത്തിലെ ഫുഡായിരിക്കും അല്ലേ, ഭക്ഷണമായിരിക്കും. പീലിയുടെ അമ്മ പറയുന്നത്, ഇവിടെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെ നെല്ല് കുത്തിയ അരിയാണ്, അതുപോലെ തന്നെ കപ്പയുണ്ട്, അതുപോലെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനാണ്, അച്ഛനാണ് കറി ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാണ്. അങ്ങനെ കൂട്ടുകാർ ഭക്ഷണം കഴിക്കാനിരുന്നു. അങ്ങനെ അവൻ പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ അധികവും അവിടെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറ്. പക്ഷേ നഗരങ്ങളിലാണെങ്കിലോ നമ്മൾ ഈ ഫ്രോസനും മറ്റുമൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. പീലി വളരെ നന്നായിട്ടുണ്ട്, ഇത് നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാമെന്ന് പീലി മറുപടി പറയാണ്. അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ എന്ന് അമ്മ പറയാണ്. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ, ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. അപ്പോൾ അച്ഛനെ കണ്ടു അച്ഛനോട് എന്തൊക്കെ ചോദിക്കും? അച്ഛാ, എങ്ങനെയാണ് നിങ്ങൾ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്? ഇതിന് എന്തൊക്കെ വളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതുപോലെ തന്നെ വളം എപ്പോഴൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്? എപ്പോഴാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താറുള്ളത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടാറുണ്ടോ? നിങ്ങളിത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിൽപ്പന നടത്താറുള്ളത്? അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് അച്ഛൻ പറയാണ്. ഇനി കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ നീനു പറയാണ്, എനിക്കും വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പഠിക്കാനെന്ന് പറയാണ്. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിട്ട് കഴിക്കുമല്ലോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വിഭവത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ശ്രമിക്കാം. അതുപോലെ ആ ഭക്ഷണം ടീച്ചറുടെ അനുഭവത്തോട് കൂടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരാനും ശ്രദ്ധിക്കാം. ഇനി വിക്കി പറയാണ്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ ഒരു സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും? പീലി, ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറയാണ്.
അപ്പോൾ എന്താണ്, ഇവിടെ റേഞ്ചും ഇല്ല, വൈഫൈയും ഇല്ല, ഒന്നുമില്ല, എങ്ങനെയാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത്, ഗെയിം കളിക്കാതെ എങ്ങനെയാണ് പീലി നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത കൂട്ടുകാരൻ പറയാണ്, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. ഇനി എന്തുകൊണ്ടാവും ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പു രണ്ട് തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? കാരണം വിക്കിയുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു ഗെയിം കളിയും അതുപോലെ തന്നെ വൈഫൈയുടെ ഉപയോഗവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വിക്കി കൂടുതൽ ചെയ്യുന്നത്. ഇനി അപ്പുവിനാണെങ്കിലോ അപ്പുവിന് ഗ്രാമഭംഗികളോടായിരിക്കും ചിലപ്പം ഇഷ്ടം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലേ. അച്ഛൻ പറയാണ്, ഇവിടെയും പലതരം കളികളുണ്ട്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഗ്രാമത്തിൻ്റെ ഭംഗിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ സന്തോഷങ്ങൾ ഒരു പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ ഗെയിം കളിക്കുന്നതോ അല്ലെങ്കിൽ വൈഫൈയിലൂടെ വീഡിയോസ് കാണുന്നതോ നെറ്റ് ഉപയോഗിച്ച് വീഡിയോസ് കാണുന്നതോ അങ്ങനെയുള്ളതാണോ, അതോ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഗ്രാമഭംഗി കാണുന്നതോ ചുറ്റുമുള്ള യാത്രകൾ പോകുന്നതോ, എന്താണോ നിങ്ങളുടെ സന്തോഷങ്ങൾ? എൻ്റെ സന്തോഷങ്ങൾ എന്ന രീതിയിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമം എന്ന് നമുക്ക് കണ്ടറിയാം. ആദ്യം തന്നെ അവർ പോയത് ചന്തയിലേക്കാണ്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ഗ്രാമങ്ങളിൽ അങ്ങനെയാണ്. ആഴ്ച ചന്തകളുണ്ടായിരിക്കും, വൈകുന്നേര ചന്തകളുണ്ടായിരിക്കും, രാവിലെ ഉണ്ടാവുന്ന ചന്തകളുണ്ടായിരിക്കും. അവിടെയാണ് അവർ പരസ്പരം സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മുതിർന്നവരോട് ചോദിച്ച് അതൊക്കെ സന്ദർശിച്ച് ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ മുതിർന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇനി അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രവും സമ്മാനിച്ചു. ഓല, കടലാസ് തുടങ്ങിയവ നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം, അവ ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ട് പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഗ്രാമത്തിൽ ഇതുപോലെ ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്തൽ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. അങ്ങനെ അവർ ഈ ചന്ത കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് കുളങ്ങളിലേക്കാണ്. കുളങ്ങളിൽ ഒരുപാട് കുട്ടികൾ നീന്തി കളിക്കുന്നുണ്ട്. ഇനി ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ് എന്നാണ് നീനു വീൽചെയറിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കുളം കണ്ടു കഴിഞ്ഞിട്ട് അവർ ആ വയലിലേക്ക് പോയി. അപ്പോൾ അവിടെ കാളപ്പൂട്ട് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, കാളപ്പൂട്ട് മത്സരം നടക്കുന്നത് കൊയ്ത്തിന് ശേഷമാണെന്ന് പറയാണ്. ഇനി അടുത്തതൊരു ഉത്സവമാണ്. നാട്ടിലെ ഉത്സവത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഉത്സവങ്ങളും അതുപോലെ തന്നെ പെരുന്നാൾ, ഉറൂസ്, കായികമേളകൾ, മത്സരങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രദേശത്ത് എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തതായിട്ട് അവർ ഉത്സവങ്ങളിലെല്ലാം പോയി. അങ്ങനെ പീലിയും കൂട്ടുകാരും ഗ്രാമത്തിലെ ഒരുപാട് രാത്രി കാഴ്ചകൾ കണ്ട് മടങ്ങി വരികയാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുകയാണ്, എൻ്റെ ഗ്രാമം എന്ന പേരിൽ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കൂടെ എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ട് എഴുതി അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ സ്ഥലത്ത് രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. നമുക്ക് ചില പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള രാത്രി കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള ഒരു രാത്രി കാഴ്ചയെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവയൊന്ന് വരച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ ആ ചിത്രം നിങ്ങൾ പ്രദർശനത്തിന് വെക്കാനാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ നീനു പറയാണ്, പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്, സന്തുഷ്ടരെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷത്തിലുള്ളവരാണ്. എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ച് അമ്മയോട് പറയാൻ ധൃതിയായി എന്ന് അപ്പു പറയാണ്. അങ്ങനെ നഗരജീവിതം മാത്രം രസമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ആ ധാരണ ഒക്കെ മാറിയത്. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെ ആണെന്ന് മാ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ചമേലിയാണ് അല്ലേ. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് വേറെ എന്തൊക്കെയായിരുന്നു. പക്ഷേ ഗ്രാമത്തിൽ വന്നപ്പോഴാണ് അവിടുത്തെ ആ ഒരു ഭംഗിയും അവിടുത്തെ എന്തൊക്കെ സന്തോഷങ്ങളാണ് അവിടെയുള്ളത്, എന്തൊക്കെ പരിപാടികളാണ് അവിടെയുള്ളത് എന്ന് ഇവർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇനി നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാരുടെ അഭിപ്രായം പങ്കുവെച്ചുവല്ലോ. അപ്പോൾ നമ്മളും അവിടെ കൂടെ സഞ്ചരിച്ചതാണ്. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് നിങ്ങളെ സ്വാധീനിച്ചത് എന്ന് ഇവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാം ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വർക്കുകളും കൂട്ടുകാർ തനിയെ ചെയ്യേണ്ടതാണ്. കൂട്ടുകാരെല്ലാം ഒന്ന് ചെയ്തു നോക്കുക.
ഇനി പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷങ്ങളെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. ഇപ്പം എന്താ പറയുന്നത്? നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷം ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. അതുപോലെ തന്നെ വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങളുടേതായ സന്തോഷം ഇവിടെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അവർ വിചാരിച്ചത് നഗരങ്ങളിൽ മാത്രമാണ് സന്തോഷമുള്ളത്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഗ്രാമങ്ങളിൽ അതൊന്നുമില്ല. അപ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് ആ ഒരു സന്തോഷമില്ല എന്ന് തന്നെയായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ നീനുവും ഒക്കെ പറയുന്നത്. ഇനി ഇവരുടെ 4 പേരുടെയും ആ ഒരു പഴയ ധാരണകളെല്ലാം മാറി. ഇപ്പോൾ അവർ പുതിയ രീതിയിൽ മനസ്സിലാക്കി. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് അറിവുകൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൂട്ടുകാരോടുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. പീലിയുടെ ഗ്രാമഭംഗിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമനഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കുക. എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന പേരിൽ ഒരു സെമിനാർ തയ്യാറാക്കുക. അതിൽ പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, രാത്രികാല കാഴ്ചകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം. താങ്ക്സ് ഫോർ വാച്ചിങ്.